ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. ഇന്ന് നമ്മൾ വിഷുക്കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള വിഷുക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വിഷുക്കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് പച്ചരിയും വൻപയറും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 240 ml കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിന് നേർപകുതി വൻപയർ എടുക്കണം. അപ്പം ഞാൻ 1.5 കപ്പ് റൈസിന് ആ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുത്തതാണ്. പച്ചരി വെള്ളത്തിൽ കുതിർത്താതെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. വൻപയറും റൈസും ഒന്നിച്ചല്ല ഞാൻ കുക്ക് ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് വൻപയർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടി ചേർക്കണം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടാം. ഇനി വെള്ളത്തിൽ സോക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു 2 വിസിൽ കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പം ഇത് നന്നായിട്ടൊന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്റ്റീം പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വൻപയർ വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, വൻപയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം 2 വിസിൽ കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പം നമുക്ക് ഇനി ഈ പയറ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇതിൽ നിന്ന് വൻപയർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം വെള്ളത്തിൽ തന്നെ പച്ചരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്ത അരിയാണ്. റൈസ് സെയിം വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നത്. ആ പയറിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ വെള്ളത്തിലുണ്ട്. രണ്ടും കൂടി ഒപ്പമിട്ട് വേവിച്ചാൽ അതിൻ്റെ വേവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് വൻപയർ പെട്ടെന്ന് വെന്ത് പോകും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ വെള്ളത്തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി റൈസും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്റ്റീം പോയതിന് ശേഷം മാത്രം നമുക്ക് റൈസ് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റീം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൈസ് എന്തായെന്ന് തുറന്നു നോക്കാം. റൈസും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കര നന്നായിട്ട് മെൽറ്റാക്കി അരിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം.
ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇത് വളരെ ഈസി ആയിട്ട് കുക്കറിൽ തന്നെയാണ് ഈ ഒരു വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത്. ഉരുളിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ തയ്യാറാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ശർക്കരപ്പാനിയും റൈസും വൻപയറും ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. 1 മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ് ഈ വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് അരമുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ വിഷുക്കഞ്ഞിക്ക് കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു സ്വാദാണ് ഈ വിഷുക്കഞ്ഞി കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഷുക്കഞ്ഞിയാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വിഷുക്കഞ്ഞി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ ഒരു മധുരത്തിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫൈനലി ഇതിലേക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ നേരുന്നു. താങ്ക് യു.